തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ഇഴകീറി പരിശോധിക്കാൻ ഇടതുമുന്നണി. CPM, CPI നേതൃയോഗങ്ങൾ നാളെ. മറ്റന്നാൾ LDF ചേരും. തിളക്കമാർന്ന വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ UDF. അധികാരം കിട്ടിയ നഗരസഭകളിൽ മേയറെ തെരഞ്ഞെടുക്കാൻ ചർച്ചകൾ. തലസ്ഥാനത്തെ നയിക്കാൻ VV രാജേഷോ R ശ്രീലേഖയോ? മേയർക്കായുള്ള ചർച്ചകൾ സജീവം. ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായം നിർണായകമാവും. ചരിത്രത്തിൽ ആദ്യമായി കോർപ്പറേഷൻ ഭരണം പിടിച്ചതിന്റെ ആവേശത്തിൽ BJP ക്യാമ്പ്. നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. 45 ദിവസത്തിനകം മോദി എത്തുമെന്ന് VV രാജേഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വോട്ട് ഏകീകരണം ഉണ്ടായെന്ന് വിലയിരുത്തൽ. മധ്യ കേരളത്തിലെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലേക്ക് UDF തിരികെയെത്തി. ന്യൂനപക്ഷ സ്വാധീന മേഖലകളിൽ UDF ഉണ്ടാക്കിയത് വൻ നേട്ടം. ക്രൈസ്തവ നയതന്ത്രം തെരഞ്ഞെടുപ്പിൽ നേട്ടമായെന്ന വിലയിരുത്തലിൽ BJP. അധിക്ഷേപ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച MM മണി. വികാരത്തിന്റെ പുറത്ത് പറഞ്ഞതെന്നും തെറ്റുപറ്റിയെന്നും മണി. തിരുത്തൽ വ്യാപകമായ വിമർശനമുയർന്നതിന് പിന്നാലെ മണിയെപ്പോലെ കുറച്ചുപേർ കൂടി വന്നാൽ UDFന് ഗുണമെന്ന് PMA സലാം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ വ്യാപക അക്രമം. കണ്ണൂർ പാറാട് വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിൽ 60 CPMകാർക്കെതിരെ കേസ്. പയ്യന്നൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണം. സ്ഫോടക വസ്തു എറിഞ്ഞവർക്കായി അന്വേഷണം. രാമന്തളിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്തു. കോഴിക്കോട് ഏറാമലയിൽ കോൺഗ്രസ് ഓഫീസിലേക്ക് നാടൻ ബോംബെറിഞ്ഞു. മെസ്സിയുടെ കൊൽക്കത്തയിലെ പരിപാടി അലങ്കോലമായതിൽ ആരാധകരോട് മാപ്പു പറഞ്ഞ് മമതാ ബാനർജി. മുഖ്യ സംഘാടകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 10,000 രൂപ ടിക്കറ്റ് എടുത്തവർക്ക് മെസ്സിയുടെ മുഖം പോലും കാണാനായില്ലെന്ന് പരാതി. മെസ്സി ഇന്ന് മുംബൈയിൽ. സച്ചിൻ തെണ്ടുൽക്കറും സുനിൽ ഛേത്രിയുമായി കൂടിക്കാഴ്ച.